ആറ്റിങ്ങൽ മോഡേൺ ബേക്കറിയിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം ബാലൻസ് നൽകുന്നതിന്റെ പേരിൽ വിവാദം സൃഷ്ടിച്ച ദമ്പതികളിൽ ഭർത്താവിന്റെ വീഡിയോ ശ്രദ്ധിക്കാം. ക്യൂവിന്റെ മുന്നിൽ നിൽക്കുന്ന കസ്റ്റമർ പണം നൽകിക്കൊണ്ടിരിക്കെ ഇടയിലൂടെ പിന്നിൽ നിന്നും കാഷ്യറുടെ കയ്യിലേക്ക് പണം കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് മാറി നിൽക്കുകയും വീണ്ടും ക്യൂവിന്റെ പിന്നിലേക്ക് വന്നു നിൽക്കുകയുമാണ് ചെയ്യുന്നത്. ഈ സമയം വിവാദ വ്യക്തി നിന്നിരുന്നിടത്ത് മറ്റൊരു സ്ത്രീ കടന്നു വരികയും ബാലൻസ് അവർ വാങ്ങിക്കൊണ്ട് പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി എന്റെ പിന്നെ വേറെ ആരെങ്കിലും കൊടുത്താൽ പിന്നെ ഞാൻ ചോദിച്ചത് അപ്പൊ എന്റെ കിട്ടിയില്ല. അതുകൊണ്ടല്ലേ ഞാനിവിടെ നിന്നത്. ബാക്കി വായിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഒരാളെ എന്റെ കൂടെ ഉള്ളായിരുന്നു. അതിന് ഞാൻ ചെയ്യണം. അതിന് മുന്നെയാണ് ഞാൻ പൈസ തന്നത്. അപ്പൊ നിങ്ങൾ ബാക്കി എടുത്ത് കൊടുത്തോണ്ട് അതിനേക്ക് ഗൂഗിൾ പേരെ പൈസ നിങ്ങൾ ചോദിച്ചുകൊണ്ടെന്ന് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അത് ഞാൻ ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളെ പൈസ ബാലൻസ് ചെയ്യാതെ എന്റെ തെറ്റല്ലല്ലോ. എന്റെ തെറ്റാ. അതുകൊണ്ടല്ല വേറെ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ട് ഞാൻ ചോദിച്ച അത് നോക്കണം പറഞ്ഞപ്പോ എന്നെ പൈസ മാറ്റിട്ട് ഞാൻ ഇപ്പൊ ബാക്കിൽ നിന്ന് വേറെ കാര്യം പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ ബാലൻസ് എടുക്കുകയെന്ന് പറഞ്ഞില്ലേ ഞാൻ നിൽക്കണത്. അവരെ ബാലൻസ് കൊടുത്തു വിട്ടു. അപ്പൊ അടുത്ത് എന്റെ ബാലൻസ് എടുത്ത് തരാൻ മതി. ബാലൻസ് അത് എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെ കൊടുത്തു വിട്ടാൽ ഞാനല്ലേ നിങ്ങളെ പൈസ തന്നത്. അവരെ കൊടുത്തു വിട്ടാൽ എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. എന്റെ ബാലൻസ് അതുകൊണ്ടല്ല പൈസ കൊടുത്തിട്ട് പിന്നെ നാട്ടുകാർ പൈസ മാറ്റുന്നതായിട്ട് ഞാൻ പൈസ നിങ്ങളെ തന്നല്ലോ. എന്റെ പൈസ ഞാൻ നിങ്ങൾക്ക് തന്നല്ലോ. 200 ഞാൻ നിങ്ങളെ തന്നല്ലോ. അതിന്റെ ബാലൻസ് എന്റെ കയ്യിലല്ലേ തരാമോ? ഞാനല്ലേ പൈസ നിങ്ങളെ തന്നോ? ഞാൻ ചോദിക്കട്ടെ ഞാൻ അത് എനിക്കറിഞ്ഞൂടല്ലോ. അപ്പൊ ഇവിടെ ഞാൻ കൊടുക്കണേ അത് എനിക്കെങ്ങനെ അറിയാം? അത് നീ ഫോൺ എടുത്ത് തരേണ്ട കാര്യമില്ല. ഞാൻ എന്റെ പൈസ വന്നിട്ടുണ്ട്. നിനക്ക് ബില്ലും തന്നിട്ടുണ്ട്. അതിന്റെ ബാലൻസ് പൈസ പിന്നെ നീ ഫോണൊക്കെ എടുത്തറിഞ്ഞ മറ്റേ ഇതാക്കണത് പൈസ നമ്മൾ സംസാരിക്കുന്ന കാര്യമില്ല. മതി മതി പൈസ പോട്ട്
ഇത്തരത്തിൽ മനഃപൂർവ്വം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ശേഷം വിസ്മയ ചാനലിൻ്റെ പിൻബലത്തോടുകൂടി വാർത്തകൾ വളച്ചൊടിച്ച് വീഡിയോ നിർമ്മിക്കുകയും തുടർന്ന് മോഡേൺ ബേക്കറി ഉടമയിൽ നിന്നും ഭീമമായ തുക ആവശ്യപ്പെടുകയും നൽകിയില്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്ത് ബേക്കറിയുടെ സൽപ്പേര് നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ മോഡേൺ ബേക്കറിക്കെതിരായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.